നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി മറ്റേതെങ്കിലും ഡിവൈസിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും മൊബൈലിലൊക്കെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാകും. ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ലോഗിൻ ചെയ്തായിരിക്കും. പിന്നീട് നിങ്ങൾ ചിലപ്പോൾ അത് ലോഗൗട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ലോഗൗട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ മറ്റാരെങ്കിലും നമ്മളറിയാതെ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനും അത് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കുന്ന ചെറിയൊരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇമെയിൽ ID ആരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടോ, ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ആരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇനി അങ്ങനെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ലോഗൗട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം തന്നെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് താഴെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ ഇമെയിൽ IDയുടെ മുകളിൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇമെയിൽ ID. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഇമെയിൽ IDയും കാണും. നമ്മൾ ഏതൊരു ഇമെയിൽ ID ആണോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ഇമെയിൽ ID സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ കാണുന്ന ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ അകത്തേക്ക് ഇത് പ്രവേശിക്കുകയാണ്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇങ്ങനെയാണ് ഗൂഗിൾ അക്കൗണ്ട് കാണിക്കുക. നേരത്തെ നമുക്ക് മുകളിൽ ഒരു ടാബായിരുന്നു കാണുന്നത്, ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിവിടെ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്കിവിടെ സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ളത് കാണാൻ സാധിക്കും. ഇതാ ഇവിടെ ഈ സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഫോണിലാണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു സാംസങ് ഗാലക്സിയിൽ എൻ്റെ ഫോൺ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളിവിടെയല്ല, താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ യുവർ ഡിവൈസ് എന്നുള്ളത് നേരെ താഴെ ഭാഗത്തേക്ക് നോക്കുക. എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ഓപ്പോ മൊബൈൽ ഫോണിൽ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അതുപോലെ തന്നെ തൊട്ടടുത്തൂടെ കാണിക്കും സാംസങ് ഗാലക്സി ഫോണിലും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു ഫോണിലും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ മുകളിലായിട്ട് കാണാം. 3 സെക്ഷൻ ആൻഡ്രോയിഡ് എന്ന് കാണും. 3 സ്ഥലത്ത് നിങ്ങളുടെ ഇമെയിൽ ID ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 3 സ്ഥലം എവിടെയാണെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓപ്പോ മൊബൈൽ ഫോണിൽ ഇത് ലോഗിനാണ്. ഇപ്പം കറൻ്റ്ലി ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓപ്പോ മൊബൈൽ ഫോണാണെന്ന് കാണും. താഴെ ഭാഗത്ത് സാംസങ്ങിൻ്റെ ഫോണും ഇതും ഏകദേശം ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ലോഗിൻ ചെയ്താണ് അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണാം. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ ഞാൻ അറിയാത്തൊരു മൊബൈൽ ഫോണിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഇൻആക്റ്റീവാണ്. ഇപ്പോൾ നിലവിലത് ആക്റ്റീവല്ല. 216 ദിവസമായി എന്ന് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൻ്റെ ലോക്ക് ചോദിക്കും. ആ സ്ക്രീൻ ലോക്ക് വെച്ച് കൊടുക്കുക. സ്ക്രീൻ ലോക്ക് പിൻ നമ്പറാണ്, പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫിംഗർ ലോക്ക് ആണെങ്കിൽ ഫിംഗർ ലോക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മൊബൈൽ ഫോണും അത് എവിടെയാണ് ലോഗിൻ ചെയ്തത്, ഏത് ദിവസമാണ് അത് ലോഗിൻ ചെയ്തതെന്നും ആദ്യമായി ലോഗിൻ ചെയ്ത് ഏത് ദിവസമാണെന്നും അവസാനമായി ലോഗിൻ ചെയ്ത ദിവസമൊക്കെ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ താഴെ സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫൈൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫൈൻഡ് ഡിവൈസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ നിലവിൽ ലൊക്കേഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് കാണുന്ന സൈൻ ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സൈൻ ഔട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ ഫോണിനകത്തുള്ള ഈ ഒരു കണക്ഷൻ ഡീആക്ടിവേറ്റ് ആയത് കണക്ഷൻ സൈൻ ഔട്ട് ചെയ്തെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അറിയാതെ ആരെങ്കിലും നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇത് താഴെ ഭാഗത്തേക്ക് നോക്കുക. ഏതൊക്കെ കമ്പ്യൂട്ടറുകളിൽ ഏതൊക്കെ ലാപ്ടോപ്പുകൾ നിങ്ങളുടെ ഇമെയിൽ ID ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇവിടെ 4 സെഷൻ കാണിക്കുന്നുണ്ട്. 4 സ്ഥലത്ത് 4 കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്താൽ കാണിക്കുന്നുണ്ട്. 1 ലാപ്ടോപ്പും 1 സിസ്റ്റമാണ്, PC ആണ്. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നേരത്തെ എപ്പോഴോ ഞാൻ ഉപയോഗിച്ച് ഒഴിവാക്കിയതും കാണാറുണ്ട്. ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഞാൻ ഉപയോഗിക്കാത്തത് ലോഗൗട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളറിയാത്ത ഏതെങ്കിലും ഫോണിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ നിങ്ങളുടെ ഇമെയിൽ ID ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.